ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയൊരു കപ്പയാണ്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തൊന്ന് എടുക്കണം. ചെറുതായി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഉണ്ടാക്കുന്നത് ഇന്ന് കപ്പ കൊള്ളിമിഠായിയാണ്. അത് സ്നാക്സ് ആക്കിയിട്ടും കഴിക്കുക കേട്ടോ. സ്നാക്സ് ആക്കിയിട്ട് ചായക്കൊപ്പം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നമ്മളിതാ കപ്പ മുഴുവനായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു വൃത്തിയുള്ള തുണിയോ അല്ലെങ്കിൽ വൃത്തിയുള്ള തോർത്തൊക്കെ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കപ്പ ഗ്രേറ്റ് ചെയ്ത് അതിലേക്ക് ഇട്ടുകൊടുക്കാം. കപ്പൻ്റെ ഒരു പശപ്പശപ്പും ഒരു കയ്പ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ പാല് കളഞ്ഞൊഴിവാക്കാൻ പോവുകയാണ്. അപ്പം അതിനാണ് നമ്മളിത് തോർത്തിലിട്ട് വെച്ചിട്ടുള്ളത്. ഇനി വേറൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് നമ്മളിത് പിഴിഞ്ഞ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തതിന് ശേഷം തുണിയിലുള്ളത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളത് മുഴുവനായിട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ മഴക്കാലത്തൊക്കെ ഇനി ചായക്കൊപ്പം കഴിക്കാൻ പൊള്ളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം ഞാനിതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതാണ് ഞാനിപ്പോൾ അതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് തേങ്ങ ആണ് ആവശ്യമുള്ളത്. അപ്പോൾ ഒരു തേങ്ങ എടുക്കുക. ഒരു തേങ്ങ ചിരകിയതാണിത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചക്കര ആണ്. അപ്പോൾ അതിന് ഞാനിത് അവിടെ ഒരു 4 കഷ്ണം അച്ചിശർക്കര ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 കഷ്ണം എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഏലക്കായ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 4-5 ഏലക്കായ പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങയിലൊക്കെ ശർക്കര നല്ല രീതിയിലൊന്ന് തിരുമ്മി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ശർക്കര മധുരം നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു മീഡിയം സൈസ് മധുരമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല മധുരത്തിൽ ആവശ്യമുള്ളവർക്ക് ഒരു കഷ്ണം കൂടെ ശർക്കര ചേർത്ത് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് വാഴൻ്റെ ഇലയാണ് കേട്ടോ ആവശ്യമുള്ളത്. അപ്പം വാഴൻ്റെ ഇല എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല രീതിയിലൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ കഴുകി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഒരു 3-4 ഇലക്ക് ഇതുപോലെ എടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുത്തിട്ട് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കണം. വാട്ടിയെടുക്കുമ്പോഴാണ് നമുക്കത് പെർഫെക്റ്റായിട്ട് മടക്കിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ശ്രദ്ധിക്കുക. വാഴൻ്റെ ഇല നന്നായിട്ടൊന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്തെടുക്കുക. കൈയൊക്കെ ശ്രദ്ധിക്കുക. കയ്യിലൊന്നും തട്ടാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇല മുഴുവനായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള കപ്പയുടെ ഫില്ലിങ്സ് ഉണ്ടല്ലോ, അത് ഓരോ സ്പൂൺ എടുത്തിട്ട് ഈ വാഴയിലേക്ക് ഇട്ടെടുക്കാം. അതിനുശേഷം കൈ കൊണ്ടൊന്ന് നല്ല രീതിയിലൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തതിന് ശേഷം വാഴൻ്റെ ഇല ഒന്ന് റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ 2 അറ്റം നമ്മുടെ വിരൽ കൊണ്ടൊന്ന് അമർത്തി കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ എല്ലാം തന്നെ അതുപോലെ ചെയ്തെടുക്കാം. വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ട്രൈ ചെയ്യാം. പിന്നെ ഈ ഫില്ലിങ്സിൽ ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം. അതായത് മൈദ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനിതാ ഇവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ആദ്യം വെച്ച അതേപോലെ തന്നെ അങ്ങനെ വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. രണ്ടും നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത് നമ്മൾ ഇഡലി തട്ടിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൻ്റെ മേലൊരു പാത്രം വെച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ മടക്കി വെച്ചിട്ടുള്ള വാഴൻ്റെ ഇലയൊക്കെ മടക്കി വെച്ചിട്ടില്ലേ, അത് എടുത്ത് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് വെച്ചെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ അടപ്പിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അടക്ക വേവിച്ചെടുക്കുന്നത് പോലെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് വെന്തിട്ട് തന്നെ ഉണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പം ഞാനിവിടെ ഒന്നെടുത്തിട്ടുണ്ട്.
ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും പറയാനില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.